നമസ്കാരം. പോസ്റ്റ് കാർഡ് ലോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർജുനാണ്. അർജുൻ, സ്വാഗതം. നമ്മളിപ്പം സംസാരിക്കുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതെ, ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെ വേണ്ടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്. കാരണം കേരളത്തിലെ നമ്പർ 1 ചാനൽ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. അവരാണ് ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പുകളെല്ലാം പുറത്തു വിട്ടതും. പക്ഷെ അതിന് അവരുടെ ആർജവത്തെ നമ്മൾ അംഗീകരിക്കണം അല്ലേ? തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് നേരെ അല്ലെങ്കിൽ നേരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് നേരെ പ്രതികരിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അവർ തന്നെയാണ്. നമ്മൾ അംഗീകരിക്കണം. പക്ഷേ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ പല പെൺകുട്ടികൾക്കും സമാനമായ ഏറ്റവും ഒടുവിലത്തെ മാധ്യമ പ്രവർത്തകരുടെ പേര് അഞ്ജന. അവരാണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. മറ്റൊരു മാധ്യമ പ്രവർത്തകന് നേരെ ഉന്നയിച്ചത്. അവർ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ എനിക്ക് തോന്നുന്നു ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രമുഖമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ റൈറ്റ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? സ്മൃതി പരുത്തിക്കാട്. അതെ, ആ ചാനലിൽ തന്നെ സ്മൃതി പരുത്തിക്കാടിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഇയാള്. അപ്പൊ നമ്മള് മിഡ് എഡിറ്റേഴ്സിൽ ഇനിയിപ്പോ അടുത്ത സംഭവമായിട്ട് ഇതും പ്രതീക്ഷിക്കാമോ? നമുക്ക് ഒരിക്കലും ഒരിക്കലും ചെയ്യില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? അപ്പൊ അതിലൊരു കാപട്യമില്ലേ? അപ്പൊ സ്വന്തം കണ്ണിലെ കരുതി കാണാതെ അന്യന്റെ കണ്ണിലെ കരുതി കാണുന്ന. ഞാൻ അന്ന് സത്യം പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളിൽ പലരും രാജിവെച്ച് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരുപാട് പേര് രാജിവെച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 10-40ഓളം പേര് ആ സമയത്ത് തന്നെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് പെൺകുട്ടി രാജിവെച്ചിറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ചാനലുകളിൽ നിന്ന് ആളുകൾ ഈ പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുമ്പോൾ രാജിവെച്ച് പോകും. ആരും അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറില്ല, അല്ലെങ്കിൽ പൊതുവായിട്ട് അങ്ങനെ പ്രതികരിക്കാറില്ല. വളരെ ചുരുക്കം ചില പ്രതികരിക്കാറുള്ളൂ. ചുരുക്കം പേരെ പ്രതികരിക്കാറ്. അതെ, അങ്ങനെയാണ് പലപ്പോഴും ചാനലുകൾക്കുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി പോസ്റ്റ് ഇടുന്നത്. അപ്പൊ ആ കുട്ടി എന്ന് പോസ്റ്റ് ഇടാനുണ്ടായ കാരണം അവരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചാനലുകളും ഏറ്റുപിടിക്കുന്നില്ല ഈ വിഷയം അല്ലേ? സ്വാഭാവികമായിട്ട് ഏറ്റുപിടിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മറ്റു മാധ്യമങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ എന്നാലും ഇവരുടെ ഒരു വിഷയം ഏറ്റുപിടിക്കുന്നില്ല, ഒരു ചാനലും ഏറ്റുപിടിക്കുന്നില്ല. അത് ഇങ്ങനെ എല്ലായിടത്തും ഈ പ്രശ്നം ഉണ്ടെന്നേ. ഇപ്പം ഈ പല സ്ഥാപനങ്ങളിൽ ഈ പ്രശ്നം ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവനെ കയറി ആക്രമിച്ചാൽ ഉറപ്പായിട്ടും മറ്റവൻ ഇത് പൊക്കിക്കൊണ്ടുവരും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ഒരു ധാരണയോടും മിണ്ടായിരിക്കുകയാണ്. അങ്ങനെ പേഴ്സണലായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുൻ ചാനൽ? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. അല്ല, അതും വിഷയമാക്കണ്ട കേട്ടോ. അതും ഇവിടെ വെളിപ്പെടുത്തിക്കോളൂ. അത് നമുക്ക് ഇനി വെളിപ്പെടുത്താത്തതിൻ്റെ അല്ലോ. നമ്മളെന്താ വെച്ചാല് വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പം ഒരു വ്യക്തിയാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ പേരെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ സംഘടിതമായിട്ട് പക്ഷെ എന്നാ വെച്ചാൽ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പേര് പറയേണ്ടി വരും. ആ പേര് പറയുമ്പോഴത്തേന് അവിടെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത മറ്റു പല ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കൂടി അത് അവർക്കും കൂടി അതൊരു വലിയ പ്രശ്നമായിത്തീരും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാനാണെങ്കിൽ പോലും പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ കാര്യത്തിലോട്ട് വരുമ്പോഴേ ഈ അഞ്ജനയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ രാജിവെച്ചല്ലോ ആ ചാനലിൽ. അവർ രാജിവെച്ചിട്ട് കുറെ നാളായി. 2-3 മാസങ്ങൾക്ക് മുമ്പാണ് 3 മാസങ്ങൾ. ഇപ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. വെളിപ്പെടുത്തൽ അന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു. വെളിപ്പെടുത്തൽ അന്ന് പക്ഷെ നടത്തിയത് കൈ ഒടിഞ്ഞതിനായിട്ട് ബന്ധപ്പെട്ട് ലീവ് കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് അവർ ആ രീതിയിലാണ് പറഞ്ഞത്. അന്ന് തിരുവനന്തപുരം ബ്യൂറോ ചീഫിന്റെ കോട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തനം രണ്ടുപേരും ഒരുമിച്ചാണ് രാജിവെച്ച് ഇറങ്ങുന്നത്. അപ്പം അന്ന് ആ ഒരു സംഭവം വായിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഒരു പെൺകുട്ടി കൈയൊടിഞ്ഞ് സർജറി വേണ്ടി വന്നിട്ട് പോലും ലീവ് കൊടുക്കാതെ അതിനിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുമ്പോഴത്തേനും എന്തൊരു ദ്രോഹമാണെന്ന് ഓർത്ത് നോക്കണം. കാരണം കയ്യെ കൊടിഞ്ഞ എന്തൊരു വേദനയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഈ ബ്യൂറോ ജോലി എന്ന് പറയുമ്പോഴത്തേനും ഒരു രക്ഷയില്ല. അത് നമുക്കിങ്ങനെ ഓടി നടക്കേണ്ടി വരും. ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല നമുക്ക്. സ്ത്രീകൾക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ്. അതൊരു പാഷനായി എടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ സ്ത്രീകൾക്ക് പൊതുവെ അത് ബുദ്ധിമുട്ടാണ് അല്ലേ? ശാരീരികമായിട്ട് എന്തെങ്കിലും നല്ലൊരു സ്ട്രെങ്തിലിരുന്നാലുള്ള ജോലി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സ്ഥലത്താണ് ഇവർ ഈ തരത്തിൽ ആ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നത് തന്നെ. പിന്നീട് ആ പെൺകുട്ടി ജോലി റിസൈൻ ചെയ്തിട്ട് അവര് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഇപ്പം ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പം CMS കോളേജിൽ ഒരു പുതിയൊരു കോഴ്സ് എടുത്ത് അവരിപ്പം PG കോഴ്സ് എടുത്തിട്ട് ഇപ്പൊ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അവര് പുതിയൊരു പോസ്റ്റും കൂടെ ഇട്ടത്.
അതെനിക്ക് തോന്നുന്നു ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള വെളിപ്പെടുത്തലിന്റെ അതിന്റെ തുടർക്കഥയായിട്ടായിരിക്കും ഒരു തുടർക്കഥ പോലെ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നൊരു വിഷയം. പക്ഷെ എന്നിരുന്നാലും ഈ ചാനൽ എന്ന് പറയുന്നത്, ഈ ചാനൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതെ അതെ അതെ, ഒരു ഓളം സൃഷ്ടിച്ചു, എന്നിട്ട് മറ്റുള്ള പീഡനങ്ങൾക്കെല്ലാം എതിരെ ആഞ്ഞടിക്കുന്നു. അതെ, എന്നിട്ട് സ്വന്തം അതെ, അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ചാനലിനെതിരെ തന്നെയല്ലേ ഒരു റിപ്പോർട്ടർക്ക് നേരെ ഒരു പോസ്കോ കേസ് എടുത്തിരുന്നത് അല്ലെ? പോസ്കോ കേസും ഉണ്ടായിരുന്നതും ഈ ചാനൽ നേരെയായിരുന്നു. അത് ഇവർക്കെതിരെ അല്ലല്ലോ, അത് ഏഷ്യാനെറ്റിനെതിരെ. അല്ലല്ല, ഈ ചാനൽ തന്നെയായിരുന്നു അരുൺകുമാറിനെതിരെയൊക്കെ ഒരു പോസ്കോ കേസ്. അതെ 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 അതെ, അയ്യോ അത് ശരിയാ, ഞാൻ മറന്നുപോയി. അത് നമ്മുടെ എന്തോ ഒരു സംഭവം നടക്കുമ്പോൾ ഇലക്ഷൻ ആയിരുന്നോ അതോ നമ്മുടെ സ്കൂൾ കലോത്സവ വേദിയിലായിരുന്നു ആ പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ചാനലിലെ ഇതിന് പക്ഷേ എന്നിരുന്നാലും മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാം ഒക്കെ സകലരും ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവരുടെയും പലതരത്തിലുള്ള ഒപ്പീനിയൻ ആണ് അല്ലെ. ഇപ്പൊ ഞാൻ കാര്യമില്ല, എന്നാ ഒരു അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ ആന്റോ അഗസ്റ്റിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളാണ് രേഖപ്പെടുത്തുന്നത് അല്ലെ. അതാ പറയുന്നത്, നിലപാടിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ഇപ്പം വ്യക്തമായില്ലേ. നിലപാടിൽ അതെ, അതാ പറഞ്ഞു ഇപ്പൊ അതുപോലെ തന്നെ. അല്ല, എന്നാലും ചാനൽ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തി തന്നെ വളരെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇവന്മാര് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും വാർത്തയെ ഒരു ബിസിനസ് ആയിട്ട് മാത്രം കാണുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. കാരണം ചാനൽ നമ്മൾ വാർത്ത എന്ന് പറയുന്നത് ഒരിക്കലും ബിസിനസ് അല്ലല്ലോ. അതെ, അതാ പറഞ്ഞു, ഈ മത്സരത്തിന് വേണ്ടി ഇവന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ അടിപ്പെട്ട് പോകുന്ന ഈ പറയുന്ന സാധാരണ തൊഴിലാളികൾ മാത്രമാണ്. കാരണം ഇവർക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പം കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ സെയിം ബ്യൂറോയിൽ തന്നെ ഞാൻ നിൽക്കുന്ന സമയത്ത് മറ്റ് ചാനലുകളിൽ, അതായത് ഈ പറഞ്ഞ മുൻപന്തിയിൽ എത്താൻ ശ്രമിക്കുന്ന ചില ചാനലുകളിലെ റിപ്പോർട്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 15-16 മണിക്കൂറൊക്കെയാണ് അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 11 മണി വരെ ആയപ്പോൾ ജോലി തീരാത്തവന്മാരുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും ഡ്യൂട്ടി ഉള്ളത്. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് കയറുമ്പോഴത്തേനും ചിലപ്പോൾ രാവിലെ ഞാൻ വാർത്ത വെക്കുമ്പോഴത്തേനും ഇവൻ മോർണിംഗിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. വൈകിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറുന്ന സെയിം ചാനൽ തന്നെ. ഞാൻ വൈകിട്ട് ജോലിക്ക് കയറുമ്പോൾ തന്നെ ഇവൻ അപ്പോഴും ഉണ്ട്, വൈകിട്ടും ഉണ്ട് ഇവൻ. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ഇങ്ങനെ? ഇല്ലടാ, ഇറങ്ങാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ സംഭവമുണ്ട്, മറ്റൊരു ചാനലിൽ അതായത് എന്തെങ്കിലും വാർത്തകൾ ഒരു സംഭവം ഉണ്ടായെന്ന് നോക്കുക. ഈ സംഭവം ഇവൻ ആദ്യം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരു ചാനലാണ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടർ അല്ലെങ്കിൽ അന്ന് ഈ ആരാണോ ഈ വാർത്ത എടുക്കേണ്ടത് അവന് 1000 രൂപ ഫൈനുണ്ട്. അതായത് ശമ്പളത്തിൽ നിന്ന് 1000 രൂപ ഫൈൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഈ ചാനലല്ല, മറ്റൊരു ചാനൽ. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരിപ്പം ഈ വിഷയത്തിലോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാദങ്ങളുമായിട്ട് അവരുടെ പേര് ഉയർന്നു വരാത്തതുകൊണ്ട് മാത്രം ഞാനത് പേര് പറയുന്നില്ല. പക്ഷെ അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റു മാധ്യമങ്ങളിലൊന്നും ഇത് ഇത്തരത്തിലുള്ള ചൂഷണമില്ല. മാതൃഭൂമി മനോരമയിലൊന്നും ഇത്രയും കടുത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു ചൂഷണം നടത്താറില്ല. കാരണം അവരെപ്പോഴും ഒരു തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു രീതി എപ്പോഴും, അതായത് ചില പരമ്പരാഗത രീതിയിൽ രീതിയിൽ തന്നെ അവർ തുടർന്നുണ്ട്. അത് ഈ പറഞ്ഞ മനോരമയാണെങ്കിൽ, ഏഷ്യാനെറ്റ് ആണെങ്കിലും, മാതൃഭൂമി ആണെങ്കിലും, അങ്ങനെ വളരെ കുറച്ച് ചാനലുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടി മുൻഗണന ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്നിട്ട് ഇതേ മാധ്യമ പ്രവർത്തനത്തിനെതിരെ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഇതേ മാധ്യമ പ്രവർത്തനത്തിനെതിരെ നിലപാട് എടുക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ആ മാധ്യമ പ്രവർത്തകരുടെ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ കുറെ ഉണ്ടെന്നേ, കുറെ അതായത് ക്രിമിനൽ സ്വഭാവമുള്ള കുറെ അധികം മാധ്യമ പ്രവർത്തകർ ഇപ്പോഴത്തെ മാധ്യമ സ്ഥാപനങ്ങളിലുണ്ട്. അത് പലപ്പോഴും ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മള് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോട് മാനേജ്മെന്റിനോട് തുറന്നു പറയുമ്പോൾ ഇവന്മാര് ചെയ്യുന്നത് മുമ്പ് 24 റിപ്പോർട്ടർ ആയിരുന്ന ഒരു വ്യക്തി അല്ലേ? അതെ അതെ. പക്ഷെ ആ വ്യക്തി എന്ന് പറയുമ്പോഴത്തേനും മനസ്സിലാക്കണം, കേരളത്തിലെ ഏറ്റവും വലിയൊരു കേസ് നടന്നിട്ട് ആ കേസിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ്, പുറത്താക്കപ്പെടേണ്ട വന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളി പുറമെ പറയുമ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു തൊഴിലാളി ക്ഷേമത്തെ പറ്റിയിട്ടും എല്ലാം ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ ഘോരഘോരം പ്രസംഗിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിലോട്ട് വരുമ്പോ ഇവന്മാരുടെ സ്വഭാവം ഇതൊക്കെയാണ്. ഞാനന്ന് പരാതി പറഞ്ഞിട്ട് പോലും അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾ 9 ഡ്രൈവർമാര്, 3 റിപ്പോർട്ടർമാര്, 3 ക്യാമറാമാന്മാര് എല്ലാവരും രാജിവെച്ചു പോയി. എന്നിട്ട് പോലും
അയാൾക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ ഇപ്പോഴും ആ സ്ഥാപനം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത. ഇതുപോലെയുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മാനേജ്മെന്റ് ഒഴിവാക്കട്ടെ. ഇനി വരുന്ന കാലങ്ങളിൽ ഇത്തരം മാനേജ്മെന്റ് ഇതുപോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് വരുന്ന മാനേജ്മെന്റിൽ ഒഴിവാക്കട്ടെ, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കണ്ടറിയണം. വലിയ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് പാവപ്പെട്ട പ്രത്യേകിച്ച് സ്ത്രീകളെങ്കിലും ആ ഒരു അമിതമായൊരു ചൂഷണത്തിൽ നിന്നുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കട്ടെ എന്നുള്ളത് നമുക്ക് വിധിക്കാം, അല്ലെ? അതെ.